എല്ലാവർക്കും ഇന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാനിപൂരിയാണ്. ഇതിലേക്ക് ചേർക്കുന്നതിനുള്ള കൂട്ടുകളെല്ലാം ആ പാക്കറ്റിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കുന്നതിനായിട്ട് കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ അതിലേക്ക് ചേർക്കുന്നതിനായിട്ട് ഞാൻ നല്ല ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങി നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു സവാളയും കൂടെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും അതിനാവശ്യത്തിനായ ഉപ്പ് പൊടിയും കൂടെ എടുത്ത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ചേർക്കണം. ഉരുളക്കിഴങ്ങിനകത്തേക്ക് ചേർക്കുന്നതിനായിട്ടുള്ള പൊടികളും കൂടെ ഇതിനകത്തുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഇതിൻ്റെയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി മിൻറ്റ് പൗഡറിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ പൊടികൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഈന്തപ്പഴവും പുളിയും കൂടെ മിക്സ് ചെയ്ത ഒരു പാക്കറ്റ് ഇതിലുണ്ട്. അതും കൂടെ നമ്മളൊരു ബൗളിലോട്ടൊഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കണം. അതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട. ഇനി നമുക്ക് പാനിപൂരി വറുത്ത് കോരിയെടുക്കാം. അതുപോലെ എണ്ണ തിളച്ച് കഴിഞ്ഞ് നമ്മൾ ഇട്ട് കഴിയുമ്പം ഒരു നല്ലൊരു ബോള് പോലെ അത് ഉരുണ്ട് വരും. ഇത് കുറേശ്ശെ ഇട്ട് നമ്മൾ വറുത്ത് കോരിയെടുക്കണം. ഒന്നിച്ചിട്ട് വറുത്ത് കോരിയെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ പാനിപൂരി എല്ലാം വറുത്ത് കോരി നമ്മുടെ ആവശ്യത്തിന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഓരോന്നോരോന്നെടുത്ത് അത് പൊട്ടിച്ചിട്ട് ഈ ചേർത്ത് വെച്ചിരിക്കുന്ന പൊടികളും ഉരുളക്കിഴങ്ങിൻ്റെ മിക്സും എല്ലാം കൂടെ അതിനകത്ത് ചേർത്ത് പുളിരസമുള്ള ഈന്തപ്പഴവും കൂടെ അതിലോട്ട് മിക്സ് ചെയ്ത് എടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുകയും തയ്യാറാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്യുന്നത് ആണ്. ക്കാളൊക്കെ നമ്മുടെ വീടിനകത്ത് ചെയ്യുമ്പോൾ നമുക്ക് നല്ലതായിട്ട് സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ കൊള്ളാവുന്ന ഒരു 4 മണി പലഹാരമാണിത്.